ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുഹീദ്ദീൻ മാല പഠനം. ഇന്ന് നമുക്ക് മുഹീദ്ദീൻ മാലയിലെ 126ാമത്തെ വരി മുതലാണ് നമ്മൾ പറയുന്നത്. പാമ്പിന്റെ കോലത്തിൽ ജിന്നുകൾ ചെന്നാരെ, ഭയമേതും കൂടാതെ ഫാറിച്ചെറിഞ്ഞിട്ടോവർ. അതായത് ശൈഖ് അവറുകളെ ഭയപ്പെടുത്താൻ പാമ്പിന്റെ രൂപത്തിൽ വന്ന ജിന്നുകളെ ഒട്ടും ഭയക്കാതെ മഹാനവറുകൾ തട്ടിമാറ്റി. അപ്പൊ ജിന്നുകൾ പാമ്പിന്റെ രൂപത്തിൽ വരുമോ, ആ രൂപം പ്രാപിക്കുമോ എന്ന് സംശയമുണ്ടായേക്കാം. ധാരാളം തെളിവുകൾ വിഷയത്തിൽ ഉദ്ധരിക്കാൻ കഴിയും. പക്ഷെ എല്ലാം കൂടി പറയേണ്ടതില്ലല്ലോ. ഒരൊറ്റ തെളിവ് നമുക്ക് ഒരൊറ്റ കാര്യം മാത്രം പറയാം. ബഹുമാനപ്പെട്ട ഷാഫി മദ്ഹബിലെ ആധികാരിക ശബ്ദം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൻ അസ്ഖലാനി റഹിമഹുല്ലാ അവിടുത്തെ മാസ്റ്റർ പീസായ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 7ാം വാള്യം 347ാമത്തെ പേജിൽ പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ടവർ അൽ ജിന്നു അജ്സാമുൻ ഹവായിയത്തുൻ അവിന്നാരിയത്തു അയഗ്ലിബു അലൈഹിം ദാലിക ഫഹും മർകൂബൂന മിനൽ അനാസിരിൽ അർബഅത്തി എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയാണ്. ഫലഹും ഉഖൂലുൻ വഹും യഖ്ദിറൂന അല തശക്കുലി ബിഅശ്കാലി മുഖ്തലിഫ വഅല അൽഅമാലി ശാഖത്തി ഫി അസ്റഇ സമനിൻ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുള്ള പറയാണ്, തീ അല്ലെങ്കിൽ വായു ഇവയുടെ അംശങ്ങൾ മികച്ചു നിൽക്കുന്ന ശരീരമാണ് ജിന്നുകളുടേത്. അപ്പോൾ വായു, മണ്ണ്, വെള്ളം, തീ എന്നീ 4 മൂലകങ്ങളാൽ നിർമ്മിതമായവരാണ് ജിന്നുകൾ. അവർക്ക് ബുദ്ധിയും ഗ്രാഹ്യശേഷിയും ഉണ്ട്. വിഭിന്ന രൂപങ്ങളിൽ രൂപം മാറാനും ബുദ്ധിമുട്ടുള്ള ജോലികൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിവുള്ളവരുമാണ് ജിന്നുകൾ. അപ്പൊ ജിന്നുകൾക്ക് ഇങ്ങനെ പലതിനും സാധിക്കും എന്ന് ഈ ഉദ്ധരണി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് 127ാമത്തെ വരിയിലേക്ക് പോകാം. ജിന്നോരു ഫൈതലെ കൊണ്ട് പോയി വിട്ടാരെ, ജിന്നെ വിളിപ്പിച്ച് അതിനെ കൊടുത്തോവർ. ജിന്ന് ഒരു കുട്ടിയെ തട്ടിയെടുത്തപ്പോൾ ശൈഖ് അവറുകൾ ഇടപെട്ട് ജിന്നിനെ വരുത്തി കുട്ടിയെ രക്ഷപ്പെടുത്തി. ഇവിടെ മനുഷ്യന് ജിന്നുകൾ വഴിപ്പെടുമോ എന്നൊരു സംശയമുണ്ടായേക്കാം. അത് സംശയിക്കേണ്ടതില്ല. കാരണം മഹാനരായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ ജിന്നുകൾ സേവനം ചെയ്തതായി പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് സ്വാദിന്റെ 37ാമത്തെ ആയത്ത് നോക്കിയാൽ നമുക്കിത് വ്യക്തമായി കാണാൻ കഴിയും. ശൈത്വാനെ അധീനമാക്കി കൊടുത്തു എന്നാണ് ആയത്തിലുള്ളത്. ജിന്നുവർഗത്തിലെ മോശപ്പെട്ടവരാണ് ശൈത്വാൻമാർ, പിശാചുക്കൾ. അപ്പോ മനുഷ്യന്മാർക്ക് ജിന്നുകളും പിശാചുകളും അനുസരിക്കും, വഴിപ്പെടുമെന്ന കാര്യം ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതുകൊണ്ട് അതിൽ നമുക്ക് സംശയിക്കേണ്ടതില്ലല്ലോ. 128ാമത്തെ വരി. ഫലരും ഫാലബന്നം തിമ്മാൻ കോതിച്ചാരെ, ഫാങ്ങോടെ അങ്ങിനെ തന്നെ തീറ്റിച്ചോവർ. ഇന്നത് ഭക്ഷിക്കാൻ വേണമെന്ന് കൊതിച്ചവർക്ക് അവർ കൊതിച്ചതിനെ തന്നെ ഭക്ഷിക്കാൻ ശൈഖ് അവറുകൾ നൽകി. ബഹജത്തുൽ അസ്റാറിൽ കാണാം. അതിന്റെ 73ാമത്തെ വചനത്തിൽ ബഹജത്തുൽ അസ്റാറിന്റെ 73ാമത്തെ പേജിൽ പറയാണ്, മിസ്റിലെ പ്രാസംഗികനായ ഷേഖ് അബുൽ ഹസൻ അൽ ഹംബലി മഹാനവറുകൾ പറയാണ്, ഞാനും എന്റെ ഒരു സ്നേഹിതനും ബഗ്ദാദിൽ ചെന്ന് ഞങ്ങൾ മുമ്പ് അവിടെ പോയിട്ടില്ല. അവിടെയുള്ള ആരെയും ഞങ്ങൾ പരിചയവും ഇല്ല. ഞങ്ങളുടെ കയ്യിൽ ഒരു കത്തിയല്ലാതെ മറ്റൊന്നുമില്ല. ഞങ്ങൾ അത് വിറ്റു ചോറ് വാങ്ങി ഭക്ഷിച്ചു.
അത് ഞങ്ങളുടെ മനസ്സിനെ പിടിച്ചതുമില്ല, ഞങ്ങളുടെ വയറ് നിറഞ്ഞതും ഇല്ല. അങ്ങനെ ഞങ്ങൾ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ വന്നു. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ ഷെയ്ഖ് അവർ സംസാരം നിർത്തി. എന്നിട്ട് പറഞ്ഞു, സാധുക്കളായ വിദേശയാത്രക്കാർ ഹിജാസിൽ നിന്ന് വന്നിരിക്കുന്നു. അവരുടെ കയ്യിലൊരു കത്തിയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അത് വിറ്റവർ ചോറ് വാങ്ങി തിന്നു. എന്നിട്ടതവർക്ക് മനസ്സിന് പിടിച്ചതുമില്ല, അവരുടെ വയറ് നിറഞ്ഞതും ഇല്ല. ഇത് കേട്ടപ്പോൾ ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു. ഷെയ്ഖ് അവറുകൾ അവരുടെ സംസാരം തീർന്നപ്പോൾ സുപ്രവിരിക്കാൻ കൽപ്പിക്കുകയും ഞാൻ എന്റെ കൂട്ടുകാരനോട് രഹസ്യമായി ചോദിച്ചു, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, കിഷ്ക് വേണം. കിഷ്ക് അഥവാ ധാന്യമാവും തൈരും ചേർത്തുണ്ടാക്കിയ ഒരു ആഹാരം, അതാണ് കിഷ്ക്. കിഷ്ക് വേണം. ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, ഞാൻ ഷഹദ് അഥവാ തേനിനെ കൊണ്ടുണ്ടാക്കിയ ആഹാരമാണ് ആഗ്രഹിക്കുന്നത്. ഉടൻ തന്നെ അത് രണ്ടും കൊണ്ടുവരാൻ ഷെയ്ഖ് അവർ കൽപ്പിച്ചു. കൊണ്ടുവന്ന പരിചാരകരോട് ഇവരെ ചൂണ്ടി അത് രണ്ടും ഇവരുടെ മുമ്പിൽ വെക്കാൻ പറഞ്ഞു. എന്നാൽ പരിചാരകൻ കിഷ്ക് എന്റെ മുമ്പിലും ഷഹദ് സ്നേഹിതന്റെ മുമ്പിലുമാണ് വെച്ചത്. അപ്പോൾ ഷെയ്ഖ് അവർ പരിചാരകനോട് പറഞ്ഞു, പരസ്പരം അത് മാറ്റിവെക്കൂ. എന്നാൽ നീ ശരി ചെയ്തു. പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, ഞാൻ ശബ്ദിച്ചു. ഷെയ്ഖ് അവറുകളിലേക്ക് ജനങ്ങളെ കവച്ചു വെച്ച് കൊണ്ടോടിയെത്തി. അപ്പോൾ ഷെയ്ഖ് അവറുകൾ പറഞ്ഞു, മിസ്രിലെ പ്രാസംഗികന് സ്വാഗതം. അണ്ടാ, ഇത് ബഹജത്തുൽ അസ്റാറിന്റെ 73-ാമത്തെ പേജിൽ കാണാം. ഈ രണ്ട് യാത്രക്കാരുടെ വിവരങ്ങൾ ഷെയ്ഖ് അവറുകൾ മനസ്സിലാക്കിയത് മഹാനവറുകളുടെ കറാമത്താണ്. അല്ലാഹു തആല മഹാന്മാർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുമെന്നതിന് തെളിവുകൾ പലതവണ നാം തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് ഇനിയും ആവർത്തിക്കേണ്ടതില്ലല്ലോ. അപ്പൊ ഇങ്ങനെ പല കഴിവുകളും മഹാന്മാർക്ക് അല്ലാഹു നൽകും. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.